ക്രിസ്തുദേവന്റെ അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ പെസഹ വ്യാഴം ആചരിച്ചു. ഈസ്റ്ററിന് മുമ്പുള്ള വ്യാഴാഴ്ച ആഘോഷിക്കുന്ന ഈ പെസഹ തിരുനാൾ വിശുദ്ധവാരത്തിലെ ഒരു പ്രധാന ദിവസമാണ്. ക്രിസ്തുദേവൻ കുരിശുമരണത്തിനു മുമ്പ് 12 ശിഷ്യന്മാർക്കൊപ്പം അന്ത്യത്താഴം കഴിച്ചതിന്റെ ഓർമ്മയിലാണ് പെസഹ ആചരിക്കുന്നത്. യേശു തന്റെ ശിഷ്യന്മാരുടെ ഒപ്പം അവസാനമായി പങ്കെടുത്ത പെസഹ ആഘോഷത്തിന്റെയും അദ്ദേഹം കഴിച്ച അവസാനത്തെ അത്താഴത്തിന്റെയും ഓർമ്മ പുതുക്കലാണ് ഈ ദിനം. അന്ത്യ അത്താഴവേളയിൽ അപ്പവും വീഞ്ഞും പകുത്തു നൽകി യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണ് ഇത്. എല്ലാ ക്രിസ്തീയ ദേവാലയങ്ങളിലും തിരുവത്താഴ ദിവ്യബലി, കാൽകഴുകൽ ശുശ്രൂഷ ചടങ്ങ് എന്നിവയുണ്ടായി. അന്ത്യ അത്താഴവേളയിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ക്രിസ്തു വിനയത്തിന്റെ മാതൃക ലോകത്തിന് കാട്ടിക്കൊടുത്തതിനെ അനുസ്മരിച്ചാണ് ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷ നടത്തിയത്. രാത്രി 8 മുതൽ 12 വരെയാണ് പരിശുദ്ധ കുർബാനയുടെ ആരാധന. തുടർന്ന് വീടുകളിൽ പെസഹ അപ്പം മുറിക്കൽ നടക്കുന്നു. നെന്മാറ ക്രിസ്തുരാജ ദേവാലയത്തിലും പെസഹ വ്യാഴം ആചരിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടന്നു. കാൽവരിക്കുന്നിൽ യേശു കുരിശുമരണം വരിച്ചതിന്റെ അനുസ്മരണത്തിന് നാളെ ദുഃഖവെള്ളി ആചരിക്കും. ഇതോടനുബന്ധിച്ച് വിവിധ സഭാവിശ്വാസികൾ കുരിശും പേറി കുരിശിന്റെ വഴി നടത്തും. പീഡാസഹനാനുസ്മരണം, ദൈവവചന പ്രഘോഷണം, കുരിശാരാധന, വൈകിട്ട് പീഡാനുഭവ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം എന്നിവയുമുണ്ടാവും. തുടർന്ന് തിരുസ്വരൂപ വണക്കം എന്നിവയാണ് ദുഃഖവെള്ളിയുടെ ചടങ്ങുകൾ. ശനിയാഴ്ച പെസഹ ജാഗരം, പുത്തൻ തിരിയും വെള്ളവും ആശീർവദിക്കൽ എന്നിവയുമുണ്ടാവും. യേശുദേവൻ ഉയർത്തെഴുന്നേറ്റതിന്റെ ആഘോഷമായി ഞായറാഴ്ചയാണ് ഈസ്റ്റർ ആഘോഷം. ഞായറാഴ്ച പുലർച്ചെ ഈസ്റ്റർ ശുശ്രൂഷകളും ദിവ്യബലിയുമുണ്ടാവും. UTV ന്യൂസ്, പാലക്കാട്.